കൈകാലുകൾ ബന്ധിച്ച് പെരിയാർ നീന്തിക്കയറി പെൺകരുത്ത്. ഇരു കൈകളും പിറകിൽ കെട്ടിയും കാലുകൾ കെട്ടിവച്ചുമായിരുന്നു 16 പെൺകുട്ടികളുടെ സാഹസിക നീന്തൽ. മുങ്ങിമരണം ഒഴിവാക്കാനായി നീന്തൽ പരിശീലനം എന്ന ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് പെൺകുട്ടികൾ പെരിയാറിന് കുറുകെ നീന്തിയത്. 7 വയസ്സ് മുതൽ 16 വയസ്സ് വരെയുള്ള 16 പെൺകുട്ടികളാണ് ഇരുകൈകളും പുറകിൽ ബന്ധിച്ചും കാലുകളും ബന്ധിച്ചും പെരിയാറിൽ 780 മീറ്റർ കുറുകയും തിരിച്ചും നീന്തി കയറിയത്. ഇനിയൊരു മുങ്ങിമരണം സംഭവിക്കാതിരിക്കട്ടെ, എല്ലാവരും നീന്തൽ പരിശീലിക്കൂ എന്ന ഒരു ലക്ഷ്യവുമായി കഴിഞ്ഞ 15 വർഷമായി ആലുവ മണപ്പുറം ദേശം കടവിൽ സൗജന്യമായി 3 വയസ്സ് മുതൽ 80 വയസ്സ് വരെയുള്ള ആളുകളെ നീന്തൽ പരിശീലിപ്പിച്ച സജി വാളശ്ശേരിയുടെ ശിക്ഷണത്തിലാണ് ഇവർ പെരിയാർ നീന്തിക്കടന്നത്. ഈ വർഷം ഞങ്ങള് സ്കൂൾ ക്യാമ്പയിൻ നടത്തി 60ഓളം ആളുകള് 110 സ്കൂളുകൾ, ആലുവ ചുറ്റുവട്ടത്തുള്ള 110 സ്കൂളുകളിൽ പോയിട്ട് ഒരു ദിവസം തന്നെ 60,000 കുട്ടികളിലേക്ക് ഞങ്ങൾക്ക് ഇത് പകർത്താൻ കഴിഞ്ഞു. നീന്തൽ പഠിക്കുന്നതിന്റെ പ്രാധാന്യവും മുങ്ങിമരണത്തെ കുറിച്ച് സ്കൂൾ അധ്യാപകരുടെയും ക്ലബ് അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ കുട്ടികളെ സ്വീകരിച്ചു. നീന്തിയപ്പോ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും നല്ലതായിരുന്നു. എനിക്ക് വെള്ളത്തിനോട് പേടി ഉണ്ടായിരുന്നു. അത് ഇവിടെ വന്നപ്പോ എനിക്ക് മാറ്റി തന്നു സജി സാറ്. എനിക്ക് പണ്ടേ തൊട്ട് പേടിയാണ് വെള്ളത്തിന്. അപ്പൊ ഇവിടെ വന്നപ്പോ എനിക്ക് സാറുണ്ടോണ്ട് കുറെ പഠിക്കാനും പറ്റി, നീന്തി കിടക്കാനും പറ്റി. ഞാൻ ജോലി ചെയ്യുന്നത് ഫയർഫോഴ്സിലാണ്. അത് മാത്രമല്ല അതിലെ ജലസുരക്ഷയുമായി ബന്ധപ്പെട്ട വിങ്ങിൽ പെട്ടതാണ്. സ്കൂബ ഡൈവറാണ്. അപ്പോൾ നമ്മൾ ദിവസവും ഇത് കാണുന്നുണ്ട് മുങ്ങിമരണങ്ങൾ. ഞങ്ങളത് പോയി റിക്കവർ ചെയ്യുക എന്നുള്ളൊരു മാർഗം മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ അതിനൊരു പ്രതിവിധിയാണ് യഥാർത്ഥത്തിൽ എല്ലാവരും നീന്തലിലേക്ക് വരിക. സുരക്ഷിതമായ ഒരു ഇടമാണ് ഇവിടെ ആലുവപ്പുഴയിലുള്ള ഈ റിവർ സ്വിമ്മിംഗ് ക്ലബ്ബ്. കഴിഞ്ഞ 15 വർഷം കൊണ്ട് 10ഓളം പേർ ഭിന്നശേഷിക്കാരടക്കം 11,000 ആളുകളെ സൗജന്യമായി സജി വാളശ്ശേരിയുടെ നേതൃത്വത്തിൽ നീന്തൽ പരിശീലിപ്പിച്ചിട്ടുണ്ട്. ജനം, കൊച്ചി.